അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവെ, വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും തിരുവുത്ഥാനത്തിൻ്റെയും ദിവസങ്ങളാണ്. ഞങ്ങളെ വിശുദ്ധീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നു. കർത്താവെ, നോൻപ് തീരാൻ പോയിട്ട് ഇപ്പോൾ ഈ നിമിഷം വരെ അറിയാത്ത മനുഷ്യരുണ്ട്. അവർ ശാപം പിടിച്ച രീതിയിൽ അത് അറിയാതിരിക്കുകയും അറിഞ്ഞിട്ട് അംഗീകരിക്കാതിരിക്കുകയും ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് പോയെന്ന് പറഞ്ഞ പോലെ അവരവരുടെ ലോകത്ത്, അവരുടെ ജോലി, അവരുടെ ഇലക്ഷൻ, അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കർത്താവിനെ അവഗണിച്ചുകൊണ്ട് അവരുടെ തിരക്കുകളിലേക്ക് പോകുന്ന കർത്താവ്, അവർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം ഈശോയെ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, ഈ ദിവസങ്ങളിൽ പോലും സാക്ഷാൽ വേദന, കർത്താവിനെപ്പുറത്ത് തന്നെ വേദന അനുഭവിക്കുന്ന, മനസ്സിൽ ശരീരത്തിലും വേദന അനുഭവിക്കുന്നവരുണ്ട് ഈ ആഴ്ചയിൽ.
ചില ആൾക്കാർക്ക് പെസഹക്കാലത്ത് വേദന കൂടുന്നുണ്ട്. ഒരിക്കലും ഇല്ലാത്ത വേദന എല്ലാ പെസഹക്കാലത്തും അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവേ അങ്ങയുടെ പീഡാനുഭവങ്ങളോട് അവരെ ചേർത്ത് വെച്ച് അവരെ ഉൾക്കൊള്ളണമേ. അവരെ അങ്ങയെപ്പോലെ അതിജീവിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് സങ്കട നൊമ്പരങ്ങളെ, വേദനകളെ, മുറിവുകളെ കാഴ്ചവെക്കാനും അവരെ സഹായിക്കണേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവൻ യുദ്ധഭീതിയിലാണ്. മനുഷ്യർ യുദ്ധത്തിൽ നിന്ന് തുടങ്ങി വച്ചിട്ട് ഇനി എങ്ങനെ നിർത്തണമെന്നറിയാൻ പാടില്ലാതെ മർക്കടമുഷ്ടിയോടുകൂടി യുദ്ധത്തിൽ അകപ്പെട്ടിരിക്കുന്ന ലോകത്തെയാണ് ഇന്ന് കാണുന്നത്. കർത്താവേ, ഈ വിഷയത്തിന് വേണ്ടി ദൈവ തീരുമാനം ഉണ്ടാക്കി നിഷ്കളങ്കരെ കുരുതി കൊടുക്കപ്പെടുന്ന അവസ്ഥകളിലും ഈ യുദ്ധത്തിൽ നിന്ന് ലോകത്തെ സംരക്ഷിക്കണമേ, സമാധാനത്തേക്ക് ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരിമരുന്ന് പ്രയോഗം കാണുന്ന പോലെ സാഡിസ്റ്റ് മനസ്സോടുകൂടി ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് തൊലയട്ടെ എന്ന രീതിയിലാണ് ആൾക്കാർ ചിലർ കാണുന്നത്. കഠിനഹൃദയരെ എല്ലാം കർത്താവേ, ഇതുമൂലം കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും ദുരിതമെന്ന് എപ്പോഴും ബൈബിൾ പറയും. നാളുകളിൽ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ദുരിതം. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവർ വർഗം ഓടിപ്പോകാനോ ഒന്നും പറ്റാത്ത, ഭക്ഷണം കിട്ടാത്ത, പലതരത്തിൽ എന്തെല്ലാം തരത്തിലും ദുരിതങ്ങളാണ് ലോകത്ത് മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പാടെ അറിയാവുന്നത് ഈ എണ്ണ കിട്ടണില്ല, വിറക് കൊണ്ട് കത്തിക്കണമെന്ന് മാത്രമേ മലയാളിക്ക് അറിയത്തുള്ളൂ. അതല്ല ശരിക്കും, അതിനേക്കാൾ എത്രയോ ദുരിതമായ ലോകത്ത് അനുഭവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യും. ഒരടുക്കള പോലും കെട്ടുന്നതിന് എന്തൊരു പാടാണ് മനുഷ്യൻ പെട്ടുപാടും. ഒരു കിണറുണ്ടാക്കണത്, ഒരു ജീവിതകാലം മുഴുവനുള്ള കാശ് കൂട്ടിവെച്ച് കിണറുണ്ടാക്കണം. അങ്ങനെ ഓരോ സംഭവം ഉണ്ടാക്കിയെല്ലാം നശിച്ച് നാറാണക്കല്ല് പിറക്കി കിടക്കുന്നുണ്ട്. അത് ഓരോ മനുഷ്യന്മാരുടെ തിന്മകളാണ്. ഈശോയെ, തിന്മകളുള്ള മനുഷ്യർ അധികാരത്തിലേക്ക് വരാതിരിക്കാൻ ദൈവമേ, അതുവഴി രാജ്യം നശിക്കാതിരിക്കാൻ ദൈവമേ ലോകത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ, പീഡിതരെ, സങ്കടക്കാര്, മക്കളില്ലാത്ത പങ്കാളികളെ, കുടുംബകലഹത്തിലുള്ളവരെ, കേസിലുള്ളവരെ, ജീവിക്കാനും മാർഗമില്ലാത്തവരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവരെ, പഠനപരമായിട്ടും യാത്രാപരമായിട്ടും വേദന തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഈ ദിവസം കർത്താവ് നിന്നെ ശക്തീകരിക്കുകയും എല്ലാ സംഘടന അതിജീവിക്കാൻ മാതാവ് നിനക്കൊരു മധ്യസ്ഥ വഹിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുവാമേ. ഇവിടെ ഇന്ന് കർത്താവിൻ്റെ അന്ത്യത്താഴ മുഹൂർത്തം ആഘോഷിക്കുന്ന പെസഹ വ്യാഴാഴ്ചയാണ്. ഇന്ന് 3 കാര്യങ്ങളാണ് ഈശോ സ്ഥാപിച്ചത്. ഒന്ന്, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയും, ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കർത്താവ് പൗരോഹിത്യത്തെയും ചെയ്യാനുള്ള ആളെ ഏൽപ്പിച്ചു. അത് പൗരോഹിത്യത്തെ കർത്താവ് സ്ഥാപിക്കുന്ന ദിവസമാണെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുരക്തങ്ങളെ എടുത്ത് വാഴ്ത്തി ആശീർവദിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ദിവ്യരസങ്ങളുടെ സൂക്ഷിപ്പുകാരാകാൻ ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും നിലനിൽക്കാനും അനേകം ദൈവവിളികൾ സഭയ്ക്ക് ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് സഭ അതുപോലെ തന്നെ കർത്താവ് സ്ഥാപിച്ചതാണ് പരസ്നേഹത്തിൻ്റെ കൽപ്പന. അതും നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ എന്നുള്ള വെല്ലുവിളി നമുക്ക് തരുന്നത്. എങ്കിലും ആവുന്നിടത്തോളം കർത്താവിൻ്റെ വചനത്തോട് ഐക്യദാർഢ്യം പ്രവർത്തിക്കൊണ്ട് കർത്താവ് കുർബാന സ്ഥാപിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. അഗസ്തീനോസ് പറഞ്ഞ് എപ്പോഴും ഞാൻ ഓർക്കും, ദൈവം തന്നെ വീണ്ടും മനുഷ്യപുത്രൻ ജനിച്ചാലും, ദൈവം തന്നെ വീണ്ടും മനുഷ്യനായി അവതരിച്ചാലും, കുരിശുമരണം വരിച്ചാലും, മരിച്ചുയർത്തെന്നേറ്റാലും പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പോലൊരു കാര്യം ചെയ്യാൻ
ദൈവത്തിന് പോലും ഇനി പറ്റത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പങ്കാളിത്ത സാന്നിധ്യം ഈ മാസത്തെ ഏറ്റവും നല്ല വെളിപാടായിരുന്നത് പരിശുദ്ധ കുർബാനയുടെ പങ്കാളിത്ത സാന്നിധ്യം. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് കർത്താവ് എന്നും ദൈവജനം ഉദ്ഘോഷിക്കുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. പക്ഷേ നിങ്ങൾ എന്നെ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നപ്പോൾ അതൊരു പരസ്പര പങ്കാളിത്ത സാന്നിധ്യമാണ്. അതിനകത്ത് വരുന്നത് വാങ്ങി ഭക്ഷിക്കുവാൻ ഈശോ പറയുമ്പോൾ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നമ്മളിൽ വസിക്കുക. ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ കർത്താവിൽ വസിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പങ്കാളിത്ത പരസ്പര പൂരകമായിട്ടുള്ള പ്രസൻസാണ്. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പൊ എങ്ങനെയാണ് വസിക്കണമെന്നാണ് 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്പം എന്താ സംഭവിക്കണത്? അപ്പം ഈശോയിൽ നമ്മൾ വസിക്കുന്നത് ഈശോയുടെ വാക്ക് നമ്മൾ നിലനിൽക്കുന്ന അനുസരിച്ചാണ്. അതായത് ഈ ആഴ്ച ഈശോയുടെ വാക്ക് നമ്മൾ കേട്ടു, അടുത്ത ആഴ്ച നമ്മൾ കേട്ടില്ല, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച അങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുന്ന മാത്രമേ യോഹന്നാൻ 15:7 അനുസരിച്ച് കൊണ്ട് കർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് കർത്താവിൻ്റെ കൃപയെ വചനത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് കർത്താവ് വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പൂരകമായ പങ്കാളിത്തമായിട്ടുള്ള സാന്നിധ്യമാണുള്ളത്. പക്ഷേ നമുക്ക് കർത്താവിലും വസിക്കാം, കർത്താവ് നമ്മളിലും വസിക്കും. പക്ഷെ നമ്മൾ വസിക്കുമ്പോൾ നമ്മൾ വചനം കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പുകളില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനം തന്നെ ആസ്പദമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നമ്മളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയുടെ ജീവിതം ഒരു ജീവിത തുടർച്ചയാണ് ശരിക്കും. അല്ലാതെ അതൊരു കുർബാന സ്വീകരിക്കുന്ന ഒരു ഫങ്ഷനായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് പള്ളിയുടെ അകത്തുനിന്ന് വെച്ച് ഒതുക്കി തീർക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരണം. ഒരു പരിശുദ്ധ കുർബാനയോട് നമ്മളിന്ന് രാത്രി ആരാധന നടത്തല്ലേ? അപ്പോൾ രാത്രി ആരാധന നടത്തുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയോട് മനുഷ്യൻ കാണിക്കുന്ന നിന്ദാപരാധങ്ങൾക്കെതിരെയാണ് രാത്രി ആരാധനയിൽ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഏറ്റവും പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന നിന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുർബാന സ്വീകരണമെന്നുള്ള ആ സംഭവം, ആ ഏർപ്പാട് പള്ളിയുടെ അകത്ത് വെച്ച് ഒതുക്കി തീർക്കും. പള്ളിയുടെ പുറത്ത് വന്നിട്ട് അവർ പിന്നെ അത് മറന്നു കളയും. ജീവിതത്തിൽ അതുമായിട്ട് ബന്ധമില്ല. അതാണ് പരിശുദ്ധ കുർബാനയോട് ഒരു മനുഷ്യൻ കാണിക്കണ ഏറ്റവും വലിയ നിന്നയെന്ന് പറയുന്നത്. ഇന്നത് കൂടുതലാണ്. കാര്യം ഇപ്പോൾ കൃപാസനത്തിലൊക്കെ ആണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരത്തിലെ കുർബാന കൊടുക്കത്തില്ല. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക വിധിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആള് കർത്താവിനെ സ്വീകരിക്കാൻ യോഗ്യമാണെന്ന് മനസ്സാക്ഷി വളരെ നിശ്ചിതമായ രീതിയിൽ ഫിൽട്ടർ ചെയ്യണം. കാര്യം ഞാൻ ഈ ഇടവകയിലൊക്കെ ഇരുന്നപ്പോൾ പല ആൾക്കാരും നമുക്ക് ആൾക്കാരെ വിധിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും പരിശുദ്ധ കുർബാനയുടെ അച്ചടക്കമില്ലാതെ കുർബാന സ്വീകരിക്കുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കുർബാനയോട് ആദരവും ആരാധനയും തോന്നുന്ന കാര്യം കുർബാന സ്വീകരിച്ച ശേഷം നമ്മൾ വീട്ടിൽ വന്ന് കാണിക്കുന്ന കോപ്പറേറ്റ് തരങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പരിശുദ്ധ കുർബാനയോട് നിന്നാപരാധന കാണിക്കുന്നവരാണ്. ഇന്നൊരു രാത്രി ഇതിനു വേണ്ടി അപരാധത്തിന് വേണ്ടി കർത്താവിൻ്റെ ദിവ്യകാരുണ്യ ആരാധന നിമിഷം നമ്മളത് പ്രത്യേകം സഭ ഒരുക്കിയ ഒരു ദിവസമാണത്. കർത്താവിൻ്റെ കൂടെ ജാഗരം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച ഇന്നും ആരാധന എഴുന്നള്ളിച്ച് രാത്രി വെച്ചിട്ട് വയറ്റിപ്പിഴപ്പ് പറയുന്ന ആൾക്കാരാണ് ഇപ്പം 60%. ഇന്നും ആരാധന ഇന്നത്തെ ആരാധന അതിനുവേണ്ടിയുള്ളതൊന്നും അല്ല. ഇന്നത്തെ ആരാധന കുർബാനയോടും
കർത്താവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഐക്യദാർഢ്യം പുലർത്തുക ഇന്നത്തെ ആരാധന ഉദ്ദേശം. അപ്പം നല്ലൊരു ദിവസമാണ്. ഇപ്പം ഇന്ന് ഈ ധ്യാനം കേട്ട സമയം പോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സൊരുക്കത്തോടു കൂടി 10 മണിക്ക്, ഇന്ന് 10 മണിക്കാണ് ചില പള്ളികളിൽ വൈകുന്നേരം 5 മണിക്കാണ്. മനസ്സൊരുക്കത്തോടു കൂടി ഈ ദിവസത്തെ സ്വീകരിക്കാൻ ഇടയാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി, കൊല്ലം സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായിട്ട് എടുത്തത്. 2024 നവംബർ 18 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൽ ഞാൻ സമർപ്പിച്ച എൻ്റെ ജോലി സംബന്ധമായ ഒരു നിയോഗം, ഒരു എമൗണ്ട് എഴുതിയിട്ട് ആ സാലറിയിൽ എനിക്ക് ജോലി കിട്ടണം എന്നൊരു നിയോഗമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയിരുന്നത്. 2025 തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി തരണമെന്ന് എൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദിയിൽ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ അടുത്ത് വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ഇൻ്റർവ്യൂവിന് സെലക്ട് ആവുകയും ചെയ്തു. അത് എൻ്റെ കഴിവുകൊണ്ടല്ല, കാരണം അത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും അറിയാതെയാണ്, ഒന്ന് വായിച്ചു പോലും നോക്കാനാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അവിടെ അന്നൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നിട്ട് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തതെന്നോ എന്താണ് പറഞ്ഞതെന്നോ എനിക്കറിയത്തില്ല. അവർ ചോദിച്ചതിനെല്ലാം എനിക്ക് മറുപടി പറയാൻ പറ്റി. അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ, എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും അവിടുന്ന് മെഡിക്കൽ എടുത്ത് പോരുവാനും കഴിഞ്ഞു. ഇവിടെ വന്ന് ഓഗസ്റ്റ് 25 ഞാൻ നാട്ടിൽ വന്നതാണ്. സെപ്റ്റംബർ ആദ്യം തന്നെ എനിക്ക് അവിടുന്ന് വിസ അയച്ചു തന്നു. പക്ഷേ തടസ്സങ്ങളായിരുന്നു പിന്നെ അങ്ങോട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഡിലേ ആയിക്കൊണ്ടേയിരുന്നു. ഇവിടെ ഞാൻ സെപ്റ്റംബർ ആദ്യം വന്നു, പക്ഷേ ഉടമ്പടിയൊന്നും എടുത്തില്ല. തിരികെ പോയി, വന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ പോയി. ഓൾറെഡി വിസ വന്നിട്ടുണ്ട്. വിസ എല്ലാം കഴിഞ്ഞ് ടിക്കറ്റ് കിട്ടി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പോകാമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. എന്നെ ഇവിടുത്തെ സാക്ഷിയാക്കി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരുന്നു. എൻ്റെ വിസ റിജക്റ്റായി. ഒക്ടോബർ 31 വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ ഏജൻറ്റ് എന്നെ വിളിക്കുന്നു. നവംബർ 4 ഞാനിവിടെ വന്നു. എൻ്റെ അമ്മയുടെ സന്നിധി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കരഞ്ഞ് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിട്ട് പോയി. നവംബർ 5 ഈ വിസ റിജക്റ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ HR ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു വിസ തരാൻ പറ്റില്ല എന്നാണ്. നവംബർ 4 ഇവിടെ വിസ ഉടമ്പടി എടുത്തു. നവംബർ 5 ഞാൻ ആ മേഡത്തിനെ കോൺടാക്ട് ചെയ്ത മേഡം പറഞ്ഞു, ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം, എനിക്ക് അടുത്ത വിസ തരാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിസ അവർ നവംബർ 18 ആയപ്പോഴത്തേക്ക് തന്നു. 1 ആയപ്പോഴത്തേക്ക് അപ്രൂവൽ കിട്ടി. ഡിസംബർ 1 അപ്രൂവൽ കിട്ടി. പിന്നെയും തടസ്സങ്ങൾ. അത് വീണ്ടും റിജക്റ്റായി. മെഡിക്കൽ എക്സ്പയറായി. ഫസ്റ്റ് മെഡിക്കൽ എക്സ്പയറായി. വീണ്ടും മെഡിക്കൽ എടുത്തു. അതിൻ്റെ ഡേറ്റ് തീരുന്നതിന് മുമ്പിട്ട് അവർ വീണ്ടും എംബസിയിൽ നിന്ന് തിരിച്ചു വിട്ടു. HRD അറ്റസ്റ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. വീണ്ടും ആ HRD അറ്റസ്റ്റേഷൻ കഴിഞ്ഞ് വിസ വീണ്ടും സ്റ്റാമ്പിങ്ങിന് വെച്ച് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പയറായി. ഫെബ്രുവരി 4 ആയപ്പോഴത്തേക്കും വിസ എക്സ്പയറായി, മെഡിക്കൽ എക്സ്പയറായി. പക്ഷേ എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ വീണ്ടും ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 28 ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് മേടിച്ചു. ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. മാതാവേ, നീ തന്ന ജോലിയാണ്, എൻ്റെ കൃപ കൊണ്ട് കിട്ടിയതല്ല, എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല. അമ്മ തന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടാൻ അമ്മ സഹായിക്കണമെന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് 28 ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിന് മുമ്പ് ഫെബ്രുവരി 28 അച്ഛൻ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറയുന്നുണ്ടായിരുന്നു ഗോൾഡൻ നമ്പർ 7 എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ടെന്നോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാർച്ച് 7 എൻ്റെ വിസ അടിച്ച് കിട്ടുന്നതായിരിക്കും. പക്ഷേ 28 പ്രാർത്ഥിച്ചിട്ട് പോയി. 3 അവിടുന്ന് വീണ്ടും വിളിക്കുന്നു, നിൻ്റെ പേപ്പറെല്ലാം തിരിച്ചു വിട്ടിരിക്കുന്നു, എനിക്ക് വീണ്ടും മെഡിക്കൽ എടുക്കണമെന്ന്. 1.5 മാസത്തോളം എംബസിയിൽ കിടന്നിട്ട് വിസ റിജക്റ്റ് സ്റ്റാമ്പ് ചെയ്യുകയോ തിരിച്ചു തരികയോ ചെയ്യാതിരുന്ന എൻ്റെ വിസ അച്ഛനെ കണ്ട് 3ാമത്തെ ദിവസം എനിക്ക് അവർ തിരിച്ചയച്ചു തന്നു. 3ാമത്തെ ദിവസം അയച്ചു. 3 അയച്ചു. 4 അവർ പറയുന്നു നിൻ്റെ വിസ എത്രയും പെട്ടെന്ന് ഇതായില്ലെങ്കിൽ 7 ദിവസത്തെ സമയം മാത്രമേ HR നിന്ന് നിനക്ക് തന്നിട്ടുള്ളൂ. ഓൾറെഡി 7 മാസത്തോളം ആവുന്നു. 7 ദിവസത്തിനകത്ത് വെച്ച് ഇത് ശരിയായി കിട്ടണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചു, ഈ 7 മാസം കൊണ്ട് നടക്കാത്ത കാര്യം 7 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ്? കാരണം അത് അവിടെ നിന്ന് അയക്കുന്ന ഡോക്യുമെൻ്റ് ഇവിടെ വരാൻ തന്നെ 3 ദിവസം എടുക്കും. തിരിച്ചങ്ങോട്ട് അയക്കാനും 3 ദിവസം, 1 ദിവസം മെഡിക്കലിന്. പിന്നെ എങ്ങനെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനാണ്? വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 7 ദിവസമെങ്കിലും വേണം. അപ്പോൾ ഏജൻറ്റ് എന്നോട് പറഞ്ഞു, നീ എന്താണേലും
പോയി മെഡിക്കൽ എടുക്കുക പെട്ടെന്ന് തന്നെ. എൻ്റെ കൈ കിട്ടിയതിൻ്റെ പിറ്റേന്ന് തന്നെ ഞാൻ പോയി മെഡിക്കൽ എടുത്തു. ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മെഡിക്കലിന് പോയത്. എക്സ്റേക്ക് പോയപ്പോഴും ബ്ലഡ് എടുക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മെഡിക്കൽ എടുത്തു. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയാൻ മെഡിക്കൽ ഫിറ്റായി. 3 മണിയായി റിപ്പോർട്ട് കിട്ടിയപ്പോൾ. 3 മണി വെള്ളിയാഴ്ച അന്ന് തന്നെ അവിടെ അടുത്തൊരു കൊറിയർ സെൻറ്റർ വഴി അയച്ചു. ഒരു കാരണവശാലും 3 ദിവസത്തിനകത്ത് വെച്ച് ഇതുവരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കിട്ടിയിട്ടില്ല. വെള്ളിയാഴ്ച 3 മണിക്ക് ഞാൻ ഇവിടുന്ന് അയച്ച ഡോക്യുമെൻറ്റ് ശനിയാഴ്ച 4 മണിക്ക് മുമ്പ് എൻ്റെ ഏജൻറ്റിൻ്റെ കയ്യിൽ കിട്ടി, 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിട്ടിട്ടില്ല എന്നുള്ളത്. അങ്ങനെ തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം 8-ാം തീയതി അവർ സബ്മിറ്റ് ചെയ്തു സ്റ്റാമ്പിങ്ങിന്. 9-ാം തീയതി അവിടുന്ന് സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയുണ്ടായി. കറക്റ്റ് 7-ാമത്തെ ദിവസം അവിടുന്ന് HR-ൽ നിന്ന് 7 ദിവസത്തിനകത്തെന്ന് പറഞ്ഞു. ആ 7-ാമത്തെ ദിവസം എൻ്റെ വിസ അവിടെ സ്റ്റാമ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആയിരുന്നു. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ സമയച്ചുരുക്കം. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സഞ്ചാരി മാതാവാണല്ലോ, എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്ത് ഇത്രയും തന്നിട്ട് അമ്മ താമസിപ്പിക്കുന്നേ എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വചനം തുറക്കുമ്പോഴൊക്കെ ഏഷ്യ 66:9 പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവം നടത്താതിരിക്കുമോ, ജന്മം നൽകിയ ഞാൻ നിൻ്റെ ഗർഭപാത്രം അടച്ചു കളയുമോ എന്നുള്ള തിരുവചനം എനിക്ക് കിട്ടുമായിരുന്നു. ഞാൻ ആ വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മനുഷ്യന് സാധ്യമായ ദൈവത്തിന് സാധ്യമാണ്. ഈ വചനങ്ങളൊക്കെ എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തു. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. എല്ലാം നടക്കുന്നു, എൻ്റെ കാര്യത്തിലെല്ലാം നടക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ്. ഇന്നലെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കൂടിയപ്പോൾ ഞാൻ നിയോഗത്തിൽ പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് തന്നെ എൻ്റെ ടിക്കറ്റ് കിട്ടണം. ഇന്നലെ എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ വരുന്ന ശനിയാഴ്ച 4-ാം തീയതി പോവുകയാണ്. അതേപോലെ എൻ്റെ രോഗസൗഖ്യം, ഞാൻ സൗദിയിൽ 3 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ വെച്ച് വെറുതെ പോയി ഒരു യൂട്രസിൻ്റെ സർജറി സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി ചെയ്തു നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് എൻഡോമെട്രിയൽ തിക്നെസ് 20 mm ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണിച്ചു. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തു, അവിടെ അങ്ങനെ തന്നെ. അവർ പറഞ്ഞു പീരീഡ്സ് കഴിയുമ്പോൾ നീ ചെയ്ത് നോക്കാൻ. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയി ചെയ്ത് നോക്കിയത്. അന്നേരവും 18 mm ഉണ്ട്. അവർ പറഞ്ഞു നീ നാട്ടിൽ പോയി DNC ചെയ്യേണ്ടി വരുമായിരിക്കും, ബയോപ്സിക്ക് അയക്കേണ്ടി വരുമായിരിക്കും, എന്താണേലും നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറഞ്ഞു. നാട്ടിൽ വന്ന് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. പ്രാർത്ഥിച്ചു മാതാവിനോട്. അതിനു മുമ്പേ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നുകൊണ്ട് മാതാവിനെ നിരന്തരം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, യൂട്രസ് നോർമലാണ് എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് അൾട്രാസൗണ്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു നീ സ്കാൻ ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. അത് ഞാൻ ബയോപ്സിക്ക് വിട്ടു. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നു, ഒരു കുഴപ്പവുമില്ല എന്ന്. പിന്നെ എൻ്റെ ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് കാൽമുട്ട് വേദനയായിരുന്നു. മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഞാനത് നിയോഗത്തിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് മുട്ട് മടക്കി എനിക്ക് ജപമാല ചെല്ലാൻ പറ്റിയാൽ മാത്രം മതി. എനിക്ക് അതിന് വേണ്ടിയെങ്കിലും എൻ്റെ മുട്ടൊന്ന് മടക്കാൻ പറ്റണേ. ഞാൻ ജപമാലയ്ക്കൊക്കെ പോകുമ്പോൾ ഓരോ അമ്മച്ചിമാരൊക്കെ മുട്ട് മടക്കിയെന്ന് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. ദൈവം ഇത്രയും ചെറുപ്പമായി എനിക്ക് മുട്ട് മടക്കി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ ആ വേദന ഉള്ളപ്പോഴും ഞാൻ മുട്ട് മടക്കിയത് ജപമാല ചൊല്ലി. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ കുറേ മെഡിസിൻ അതിനുവേണ്ടി കഴിച്ചതാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒരു മെഡിസിനും കഴിക്കാതെ കൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്കൊരു മുട്ടുവേദനയും ഇല്ല. ഞാൻ ജപമാല ചൊല്ലുന്നത് മുട്ടേ നിന്നുകൊണ്ടാണ്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാക്കി ഹോസ്പിറ്റൽ തോറും കൊണ്ട് കൊടുക്കാറുണ്ട്. അതേപോലെ രോഗികളായി കഴിയുന്നവരെ പോയി കണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അനാഥാലയങ്ങളിൽ ഒക്കെ പോയി സഹായം ചെയ്യുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ എവിടെ പോയി ചെയ്യാനാണ്, എനിക്ക് ആരെയും അറിയത്തില്ല, എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയത്തില്ല, എങ്ങനെ സഹായം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച്
ഉച്ചയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വന്നിട്ട് മോളെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചു. അന്ന് എന്നെക്കൊണ്ട് പറ്റുന്നത് കൊടുത്തിട്ട് അപ്പോൾ അവരെന്നോട് ഇങ്ങോട്ട് ചോദിച്ചു, മോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടോ, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ഉടമ്പടിയിലാണ് എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു. അത് കഴിഞ്ഞിട്ടും അവിടെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ വേറൊരു അനാഥാലയത്തിൽ ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട്. സഹായം എല്ലാ മാസവും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മുന്നിൽ വന്ന് സഹായം ചോദിക്കുന്ന ഒരു മനുഷ്യരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ആദ്യം ഇവിടെ നിന്ന് പത്രം കിട്ടിയപ്പോൾ എൻ്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ കൊണ്ട് എല്ലാവരുടെയും കൈ കൊടുക്കും, എങ്ങനെ തീർക്കും എന്നായിരുന്നു എൻ്റെ വിഷമം. ആദ്യത്തെ കിട്ടി ഓരോ വീട് തോറും കൊണ്ടു നടന്ന് കൊടുത്തു. ഓരോരുത്തർ ഓരോ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി എതിരായിട്ടാണ് പറ്റിയത്, ഞങ്ങൾക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ ഡിലേയും കൂടെ വന്നപ്പോൾ ഞാനോട് ദൈവമേ എന്നെ കൈവിട്ടോ, ഉടമ്പടി എടുത്തിട്ട് എന്നെ ഒന്ന് കൈവിടല്ലേ, ഇവരുടെയൊക്കെ മുന്നിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണേ എന്ന് ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ 3 കെട്ട് പത്രം തന്നു. എനിക്കറിയില്ല ആ പത്രം എങ്ങനെയാണ് തീർന്നതെന്ന്. ഞാൻ അവിടെ പത്രം കിട്ടുമ്പോൾ തന്നെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങുമായിരുന്നു. കിട്ടുമ്പോൾ തന്നെ ഞാൻ ഉടമ്പടി തൈലം വാങ്ങി തേച്ച് കുരിശ് വരച്ച് അതിനകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡ് തോറും ബസ് സ്റ്റോപ്പ് തോറും ഹോസ്പിറ്റൽ തോറും എനിക്കറിയത്തില്ല, ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ കൊടുത്തു. 3 കെട്ട് പത്രമൊക്കെ നിസ്സാര സമയം കൊണ്ട് ഞാൻ കൊടുത്തു തീർക്കാൻ പറ്റി. പിന്നെ എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവത്തിനും ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനി തുടർന്നും ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു എന്നുള്ളതല്ല, അതുകൊണ്ട് ഞായറാഴ്ച ക്രിസ്ത്യാനികളെന്ന് പറയാം, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവുകയോ പേരിന് പോയി നിന്ന് എന്തോ കണ്ടിട്ട് പോരുന്നു എന്നല്ലാതുകൊണ്ട് ആത്മീയതയായിട്ട് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു ദിവസം പോലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതിനും കുടുംബ പ്രാർത്ഥനയൊന്നുമില്ല, വല്ലപ്പോഴും പ്രാർത്ഥിക്കും, കിടക്കാൻ നേരത്തുനിന്ന് ബൈബിൾ വായിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപമാല ചെല്ലുന്നതിനും ഒരു ദിവസം പോലും മുടങ്ങാതെ ദൈവത്തെ വിളിക്കുന്നതിനും സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് ഇത്രത്തോളം എന്നെ ഉയർത്തിയ എൻ്റെ ദൈവത്തിന് അതിനുവേണ്ടിയായിരിക്കും എന്നെ എൻ്റെ അമ്മ ഇത്രത്തോളം താമസിപ്പിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി തുടർന്ന് ജീവിതകാലം മുഴുവൻ എൻ്റെ അമ്മയിൽ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തന്ന എല്ലാ നന്മകൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഈ വചനത്തിൽ നാം കാണുന്നത്. ഉടമ്പടിയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്. എത്ര പ്രശ്നങ്ങൾ വന്നാലും തളരാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഒരുപക്ഷെ ജോലി പ്രശ്നങ്ങളാവാം, സാമ്പത്തിക തകർച്ചകളാവാം, ഇതിലെല്ലാം ദൈവം ഒരു വഴി കാണിച്ചു തരും, ഒരു വഴി തുറന്നു തരുമെന്ന് വിശ്വസിക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ചോദിക്കുന്നതും യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തും തരുന്ന ഒരു ദൈവമാണ് നാം കണ്ടുമുട്ടുന്നത്. നമ്മെ സംരക്ഷിക്കുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കരം പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയാണ്. രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുന്നതും ജോലിയില്ലായ്മയിൽ നിന്ന് ജോലി ലഭിക്കുന്നതും സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലിൽ കൂടിയാണ്. ഈ മകളുടെ സാക്ഷ്യവും അതുപോലെ തന്നെയുള്ളൊരു സാക്ഷ്യമാണ് ലിജി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യം. പ്രാർത്ഥിച്ചപ്പോഴും യാചിച്ചപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചത് എന്തും കിട്ടുന്ന ആ ദൈവത്തോടാണ് ഈ മകൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത്. ജോലിയിൽ വന്ന ഒരു മാറ്റമാണ്. നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് കൂടുതൽ സാലറിയിലുള്ള ഒരു ഹൈ സാലറിയിലുള്ള ഒരു ജോലിയാണ് ലഭിച്ചത്. ആ ബ്ലെസ്സിങ് കിട്ടിയ ഉടനെ വീണ്ടും പല തടസ്സങ്ങളാണ് ഈ മകൾ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയത്. ഓരോ ആഫ്റ്റർ തടസ്സങ്ങളാണ് ഈ മകൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. വിസയ്ക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ ഫിറ്റ്നസ്സും ഓരോ പ്രാവശ്യം റിജക്ഷൻ ആവുമ്പോഴും വീണ്ടും കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോഴും പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ ആ മെസ്സേജ് ലഭിച്ചപ്പോഴും ഡെയിലി ബ്രെഡിൽ പറഞ്ഞത് ഗോൾഡൻ നമ്പറിൽ 7 എന്ന് കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോഴും ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഉറച്ച് വിശ്വസിച്ചു എൻ്റെ ജീവിതത്തിലും ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന്.
അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിറ്റേന്ന് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്യാനായിട്ട് കൊടുത്തപ്പോഴത്തേന് അച്ഛനെ കണ്ട് 3-ാം ദിവസം പ്രൊസീഡിങ് എല്ലാം പ്രോസസ്സാവുകയാണ്. പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. 7 മാസം കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് 7 ദിവസം കൊണ്ട് ഈശോയും അമ്മയും ഈ അമ്മയുടെ കാര്യത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക, അപ്പോൾ നമുക്കത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ ഓരോ പ്രാവശ്യം പത്രം കൊണ്ട് പോകുമ്പോഴും പലരും പലതും പറയുമെങ്കിലും നമ്മൾക്ക് ഒന്നും ലജ്ജിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ പ്രാവശ്യവും പത്രം കൊടുക്കുമ്പോഴും നമ്മുടെ വിശ്വാസം ദൃഢപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ റിജക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ പ്രൊസീഡിങ് ആവാതെ മെഡിക്കൽ ഫിറ്റ്നസ്സോ വിസയ്ക്ക് പോകുമ്പോഴെല്ലാം നമ്മൾ ഫിറ്റ് ആവാതെ അത് റിജക്ഷൻ ആവുമ്പോഴെല്ലാം ദൈവത്തിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ച് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതായിട്ട് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഉടമ്പടിയിൽ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാം. നമ്മുടെ സംശയങ്ങളെല്ലാം നീക്കി ഉറച്ച വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. കൃപാസനം അമ്മയുടെ ഇടപെടലിലൂടെ, മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതവും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ലിജി തോമസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എത്തിച്ചതിന് ഞാൻ 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് രാധിക രാജൻ. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇത് ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ. ഞാനിവിടെ എനിക്ക് അമ്മ മാതാവ് മാധ്യസ്ഥം അപേക്ഷിച്ചത് വഴി ഈശോയിലൂടെ എനിക്ക് ലഭിച്ച ഒരുപാട് രോഗസൗഖ്യങ്ങളും ഉണ്ട്. അതുപോലെ വേറെ ഒത്തിരി എനിക്ക് കിട്ടിയ അനുഭവങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ അൾത്താരയിൽ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വരുന്നത് ചെങ്ങന്നൂർ താലൂക്കിലുള്ള പുലിയൂർ പഞ്ചായത്തിൽ ഇലഞ്ഞിമേൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ നാത്തൂൻ എനിക്ക് ഇവിടുത്തെ യൂട്യൂബിൽ അമ്മ മാതാവിൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്കും ഭർത്താവിനും ഷെയർ ചെയ്യുമായിരുന്നു. എൻ്റെ നാത്തൂൻ ഡൽഹിയിലാണ്, നേഴ്സാണ്. പക്ഷേ അപ്പോഴൊക്കെ ഞാനൊരു അക്രൈസ്തവയാണ്. ഞങ്ങൾ അപ്പോഴൊക്കെ അതൊന്നും ഓണാക്കി നോക്കിയിട്ടൊന്നുമില്ല. അതെല്ലാം അപ്പം തന്നെ ഞങ്ങളത് ക്യാൻസൽ ചെയ്ത് കളയുമായിരുന്നു. പക്ഷേ അങ്ങനെ അതൊന്നും ഞങ്ങൾ ഓണാക്കി നോക്കിയിട്ടില്ല. കാരണം ഞാനൊരു അക്രൈസ്തവേ, ഞാൻ ദേശദേവത അവിടെ അമ്പലത്തിൽ പോവുക അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഹാളിൽ സെറ്റിയിൽ ഇങ്ങനെ ഇവിടുത്തെ ഒരു പത്രം കിടക്കുന്ന കണ്ടു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഇതെവിടെ നിന്ന് ഈ പത്രം? അപ്പം പറഞ്ഞു, മോനെ ഇവിടെ അടുത്തൊരു ചേച്ചിക്ക് അവിടെ പോയി കുഞ്ഞുണ്ടായി, അവൾ കൊണ്ടിട്ടതാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചിക്ക് എന്തിനാ ഇതൊക്കെ ഇവിടെ ഇടുന്നതെന്നും പറഞ്ഞ് ഞാൻ ആ പത്രം കീറിയില്ല, പക്ഷെ ചുരുട്ടിക്കൂട്ടി ഞാൻ എറിഞ്ഞു. പക്ഷെ അത് ചെയ്തത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ മുതലാണ് എനിക്ക് ഒരു തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ തോന്നുകയും എനിക്ക് ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യമായിട്ട് എനിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ടായി. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത്, അതിൻ്റെ അപ്പുറം ഇറിഗേഷൻ കനാലാണ്. അങ്ങനെ അവർ ഞങ്ങളുടെ ഇറിഗേഷൻ്റെ ഞങ്ങളുടെ സെപ്റ്റിക് ടാങ്ക് ഇട്ടേക്കുന്നത് അത് അവരുടെ കനാലിൻ്റെ വസ്തുവിലൂടെ ചേർന്നാണെന്നും പറഞ്ഞ് അവർ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പഞ്ചായത്തിലൊക്കെ ഞാൻ ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് പരിഹരിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആകപ്പാടെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവളുടെ മകളുടെ അസുഖം ഭേദമായത് കൃപാസനത്തിൽ പോയാൽ നീ ഒരു കാര്യം നീ വിശ്വസിക്കേണ്ട, നീ അവിടെ പോകണ്ട, നിനക്കൊരു വിശ്വാസം വരാൻ വേണ്ടിയെങ്കിലും നീ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് എന്നും പറഞ്ഞൊരിതുണ്ട്, അത് ഗൂഗിൾ എടുത്ത് നീ ചെയ്താൽ മതി, നീ പ്രാർത്ഥിച്ചാൽ അമ്മ മാതാവ് അത് കേൾക്കും, നിനക്ക് വിശ്വാസം വരുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം, നിനക്ക് ആ കാര്യം സാധിച്ചാൽ നീ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്കത് സാധിച്ചു തന്നാൽ ഞാൻ അവിടെ പോയി തീർത്ഥാടക ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ, എനിക്ക് അത്ര ഇതിനെ അറിയില്ല, ഞാൻ നിലവിളക്ക് കത്തിച്ച് വെച്ചാണ് എൻ്റെ മക്കളെ കൂടെ വിളിച്ചിരുത്തി അത് ഗൂഗിൾ എടുത്ത് ഞാൻ അപ്പോഴും
ദേശദേവതയോട് ഞാൻ പ്രാർത്ഥിച്ച അമ്മ, എൻ്റെ വലക്കാവിലമ്മ, ഞാനിത് മാതാവിൽ ഇത് ചെയ്യാൻ പോവാണ്, എനിക്കിത് അറിയത്തില്ല, എനിക്കിത് പറഞ്ഞു തരണേന്ന്. ഞാനത് സ്വയം ഗൂഗിളെടുത്ത് ഇങ്ങനെ കൃപാസനം അടിച്ചു കൊടുത്ത് അത് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ മാതാവെ, എന്നെ ഇറിഗേഷൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് അയച്ചു. ഞാൻ കരഞ്ഞൊത്തിരി പ്രാർത്ഥിച്ചു. ആ ഒരു ഉച്ച സമയത്ത് ഞാനൊന്ന് മയങ്ങുന്ന സമയം ആരോ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എന്നെ തട്ടിയിട്ട്, നീ നാളെ വീണ്ടും പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയൊന്ന് കാണണമെന്ന്. പെട്ടെന്ന് ഞാൻ ചാടി എണ്ണിച്ച് ഞാൻ എളുപ്പം ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അവധി എടുക്കണം, നാളെ നമുക്ക് പഞ്ചായത്തിലൊന്ന് പോകണം. അപ്പോൾ പറഞ്ഞു, എന്തിനാ, പ്രസിഡൻ്റൊക്കെ ഒത്തിരി നോക്കിയതല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, നാളെ പോകണം, എന്നോട് ഒരാൾ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി അവധിയെടുത്തു. ഞങ്ങൾ രണ്ടുകൂടെ പ്രസിഡൻറ്റിനെ പോയി കണ്ടു. പ്രസിഡൻറ്റ് അപ്പോൾ തന്നെ ഫോണിൽ ആരെയോ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വന്ന് അതൊന്ന് അളന്ന് നോക്കണം, അളന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ പ്രസിഡൻറ്റ് പറഞ്ഞു, അളന്നോ, അത് നിങ്ങളുടെ വസ്തുവിലുണ്ടെങ്കിൽ അവർക്ക് സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ സാവകാശം തന്നാലും ഞങ്ങൾക്ക് ആ ടാങ്ക് മാറ്റാൻ ഞങ്ങൾക്ക് വേറെ സ്ഥലമില്ല. ആകെപ്പാട് 4 സെൻറ്റ് സ്ഥലമാണ്, അതിനകത്ത് വീടും പിന്നെ ഇത് കിണറും എല്ലാം നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലം അത് മാറ്റിയിടാനില്ല. അപ്പോൾ ഞാൻ അവിടെ പിറ്റേ ദിവസം അവർ അളക്കാൻ വരുമെന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം അളക്കാൻ വന്നു. അവർ ജോലിക്കാരെയും കൊണ്ട് അവർ വന്നത്. പക്ഷേ ഞാൻ അവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, അവരളക്കുക, കനാലിൻ്റെ കല്ലുണ്ട്, ആ കല്ല് അവരുടെ വസ്തുവിലാണെങ്കിൽ എനിക്കത് മാറ്റിയിടാൻ എനിക്ക് വേറെ സ്ഥലമില്ല, 4 സെൻറ്റ് സ്ഥലമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവർ മാറിയും കയറി അവരളന്നു. അവരുടെ വസ്തുവും ആ ടാങ്കും തമ്മിൽ ഇങ്ങനെ തള്ളി മാറ്റി പിടിച്ചിരിക്കുന്ന പോലെ എൻ്റെ ടാങ്ക് അവിടെ നിന്നിരുന്നത്. എനിക്കത് ഉറപ്പുണ്ട്, എൻ്റെ മാതാവ് അവിടെ എന്നെ രക്ഷിച്ചതാണെന്ന്. ഞാൻ അതുവരെ എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ഉടമ്പടി ലൈറ്റേക്കാനൊക്കെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഈ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അവരൊത്തിരി അളന്നപ്പോൾ അവർക്ക് ബോധ്യമായി ഞങ്ങളുടെ വസ്തുവിൽ തന്നെ ആ ടാങ്ക് കിടക്കുന്നത്. ഇങ്ങനെ മുട്ടി ഇല്ല എന്നുള്ള രീതി, ഇങ്ങനെ തള്ളിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് അത് കിടന്നിരുന്നത്. അങ്ങനെ ഞാനത് അവർ പോയതിന് ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാനും മക്കളും ഇങ്ങനെ നിലവിളക്ക് കത്തിച്ച് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവിന് അതുവരെ വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, അവിടെ പോയി തീർത്ഥാട ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 17/9/2024 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുക്കാൻ വരാനിരുന്നതിൻ്റെ അന്നാണ് ഞാൻ അറിയുന്നത്, എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, പുള്ളിക്കിങ്ങനെ ക്യാൻസറാ എന്നുള്ളത് അറിയുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ആദ്യമേ ആ ഒന്നാമത്തെ നിയോഗം വെച്ചത്, ഏതൊരു പെട്ടിവണ്ടി ഓടിക്കുക. അപ്പം ഏതൊരു പാതിരാത്രിക്ക് ഞങ്ങൾക്ക് തേങ്ങയുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 7 മണിക്കാണ് വരുന്നത്. ആ 7 മണിക്കും ഈ അണ്ണനെ വിളിച്ചുകൊണ്ടാണ് തേങ്ങ എടുക്കാൻ പോകുന്നത്. അത് രാത്രി 1 മണിക്കൊക്കെയാണ് തിരിച്ച് വരുന്നത്. അങ്ങനെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടി വരുന്ന ഒരു ആളാണ്. അപ്പോൾ അതുമല്ല, അവർക്ക് ഇല്ലാതിരുന്ന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായതാണ്. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ വല്ലാതെ ഇതായി. ഞാനപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത്, അമ്മ മാതാവേ, എന്നെ ഇറിഗേഷൻ്റെ ഇതിൽ നിന്ന് രക്ഷിച്ച ആളാണ്. ആ അണ്ണന് ആ ക്യാൻസർ എന്ന് 5 വർഷമായി തുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. കണ്ണിൻ്റെ അവിടെ ആയിട്ടാണ്, കണ്ണ് പോകും എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. പക്ഷേ ആ കണ്ണ് പോകരുത്, ആ ക്യാൻസർ എന്ന മാതിരി അതെവിടാണോ നിൽക്കുന്നത് അവിടുന്ന് വേറെ എങ്ങോട്ടും മാറരുതേ, അവിടെ തന്നെ അത് നിന്ന് അവിടുന്ന് പൂർണ്ണമായി അത് സൗഖ്യപ്പെടുത്തണേ എന്നാണ് ഞാൻ ആദ്യം എഴുതിയത്. അവിടുന്ന് ഞാൻ അതെഴുതി ഞാൻ അന്ന് തന്നെ അണ്ണൻ്റെ അടുത്ത് പോയി ആ തൈലം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ ഈ സർജറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതോട്ട് ഇങ്ങനെ സ്പ്രെഡായോ എന്നുള്ളത്, സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കീമോ ചെയ്യണം, 30 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അണ്ണന് അത് ചെയ്യാനുള്ള ശേഷിയില്ല, ആരോഗ്യമില്ല എന്ന്. പക്ഷേ അവിടെയും അമ്മ അണ്ണനെ രക്ഷിക്കുകയായിരുന്നു. ഡോക്ടറിനും അത്ഭുതമായി, 20 ചെയ്തപ്പോഴേ നല്ല 30 എണ്ണം ചെയ്യാനുള്ള ആരോഗ്യവും അമ്മ മാതാവ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സ്പ്രെഡായതിൻ്റെയൊക്കെ ചെക്കപ്പ് ചെയ്തൊക്കെ ഇതുണ്ടായിരുന്നു, സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയം, അത് സ്പ്രെഡായി കാണുമോ, സ്കാൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും, എനിക്ക് എൻ്റെ കാശ് രൂപം കൊടുത്തു വിടണമെന്ന് എൻ്റെ മനസ്സ് പറയുക. പക്ഷേ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാശ് രൂപം നിങ്ങൾ ആർക്കും അങ്ങനെ കൈമാറില്ലെന്ന്. അന്ന് രാത്രി ഞാൻ അമ്മ മാതാവിനോട് ഞാൻ വൈകിട്ടത്തെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നാളെ ആ അണ്ണൻ ആ സ്കാനിങ്ങിന് പോവാം, അതിന് എനിക്ക് ഈ കാശ് രൂപം കൊടുത്തു വിടണമെന്നുണ്ട്. കാരണം ഈ കാശ് രൂപം കയ്യിലുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസമാണ് അതങ്ങ് സ്പ്രെഡാകത്തില്ലെന്ന്. അതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്ന് അച്ഛനെ കൊണ്ട് കയ്യൊപ്പ് ശുശ്രൂഷ വെപ്പിച്ചായിരുന്നു. അണ്ണൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്കിത് കാശ് രൂപം ഞാൻ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു.
അങ്ങനെ രാവിലെ ഇവർ 10 മണിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 9 ആയിട്ടും ഒരു ഇതും എനിക്ക് കിട്ടുന്നില്ല. അമ്മ മാതാവ് ഒരടയാളവും എനിക്ക് തന്നില്ല. ഞാൻ ഒരു 9:15 ഞാൻ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു ചോദിച്ചു, അമ്മ അതെ അപ്പോൾ കൊടുത്ത് വിടണ്ടായില്ലേ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നേനെ വല്ലോ എന്ന് പറഞ്ഞതുമല്ല. നല്ല മുല്ലപ്പൂവിൻ്റെ മണമെന്ന് വെച്ചാൽ നല്ല മണം, ആ മുറിയിൽ നിൽക്കാൻ വയ്യാത്ത മണം. ഞാനപ്പോൾ എളുപ്പം എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് വന്നാണ്, വിശ്വന് എളുപ്പം ഓടിവാ, ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയിൽ നല്ല മണം. അപ്പോൾ പുള്ളി നീ പൊക്കോ ഞാൻ വരാം, മണ്ടയ്ക്ക് അപ്പോൾ പണി നടക്കുക, പഠനമുറി കിട്ടി, അതിൻ്റെ പണി നടക്കുക. പക്ഷേ പുള്ളിയെ അവിടെ നിർത്തിയില്ല. ആ മണം അവിടെ വരെ ചെന്ന് പുള്ളി എളുപ്പം എൻ്റെ പുറകിൽ ഇറങ്ങി വന്നിട്ട് ഈ മണം അവിടെ വരെ വന്നു. അപ്പം ഞാൻ പറഞ്ഞ് ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് മതി, അവരിപ്പോൾ പോകും, നമുക്ക് എളുപ്പം പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ എളുപ്പം ഞങ്ങൾ വണ്ടിയിൽ ചെന്ന് അപ്പോൾ ഇവർ പോകാൻ ഇറങ്ങുക. ഞാൻ എൻ്റെ കാശ് രൂപം കൊടുത്തു വിട്ടു. ഞാൻ എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഇവരുടെ റിസൾട്ട് 1:30 റിസൾട്ട് കിട്ടിയപ്പോൾ. അതുവരെ ഞാൻ ജലപാനമില്ലാതെ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. കാരണം റിസൾട്ട് നെഗറ്റീവാണ്, പൂർണ്ണമായി ക്യാൻസർ മാറി എന്നുള്ളത് എനിക്ക് കേൾക്കണം അമ്മ മാതാവ്, എന്നാലും ഞാൻ ഇവിടെ നിന്ന് എണ്ണിക്കത്തുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ അവിടെ നിന്ന് 1:30 ആയപ്പോഴാണ് വിളിച്ചിട്ട് വിശ്വനോട് പറഞ്ഞെടാ എൻ്റെ ടെസ്റ്റ് എല്ലാം ഒത്തിരി ചെയ്തു, എനിക്ക് ക്യാൻസർ പൂർണ്ണമായിട്ട് മാറി, ആ ഒരു രോഗം ഇപ്പോൾ എന്നിലില്ല എന്ന്. അത് എനിക്കൊരു വലിയ, കാരണം എനിക്ക് ജനിക്കാതെ പോയ ഒരു ചേട്ടനായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. അത് എനിക്ക് ഒത്തിരി ഒരു വലിയ അനുഭവമാണ് അതെനിക്ക്. കാരണം ഞാനിവിടെ 2ാമത് പുതുക്കാൻ വന്നപ്പം സിസ്റ്റർ, അന്ന് എൻ്റെ ഇത് പുതുക്കാൻ സിസ്റ്റർ എന്നോട് ചോദിച്ചു നിനക്ക് വല്ല സാക്ഷ്യങ്ങളോ? അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കായിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ, മറ്റുള്ള 2-3 പേരുണ്ട്, പക്ഷെ അവരൊന്നും ഇവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവരുടെയൊക്കെ കാര്യങ്ങൾ സാധിച്ചു. അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത്. നമുക്കല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈശോ നമ്മുടെ കാര്യങ്ങളും ചെയ്തു തരും. അതെനിക്ക് അനുഭവം വന്നു. ഞാൻ ഈ അണ്ണന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് നാളായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ മേലോട്ട് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് ഒത്തിരി ഫിസിയോതെറാപ്പി ചെയ്യണം, അങ്ങനെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മുതിർന്നില്ല, കാരണം സാമ്പത്തികം വേണം. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത് എന്തിനാ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും പറയും, അമ്മ മാതാവേ ഞാൻ ആ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. എൻ്റെ വിശ്വന് മറ്റേ തന്നെയാണ് വിറക് കീറുക എല്ലാം ചെയ്തു, പക്ഷേ ഈ കൈ പൊക്കി വിറക് കീറാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ കൂലിക്ക് ആളെ നിർത്തി വിറക് കീറിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ആ തൈലം തൊട്ട് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ നന്നായിട്ട് ഉയർത്താൻ പറ്റും, നന്നായിട്ട് ഉയർത്തി ആ ജോലികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിന്. അത് എനിക്ക് ഏറ്റവും വലിയൊരു ഇതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഈ അടുത്തിടയ്ക്ക് പനി നന്നായിട്ട് വന്നിരുന്നു. പനി കൂടിയെന്ന് വെച്ചാൽ നല്ലതായിട്ട് കൂടി. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം മഞ്ഞപ്പിത്തമാണെന്നുള്ളതാണ് ടെസ്റ്റിൽ തെളിഞ്ഞത്. അതെന്നെ വല്ലാതെ ഒരു വിഷമത്തിലാക്കി. അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, രാവിലെ എണ്ണിക്കുമ്പം തന്നെ ഞങ്ങളെക്കാൾ ഉപരി പോയി ഉപ്പും തൈലവും കഴിക്കുന്ന ആളാണ്. അപ്പോൾ എന്നിട്ടാണ് കാണോ അമ്മ മാതാവ് മഞ്ഞപ്പിത്തം കൊടുത്തത്. ഞാൻ അന്നേരം എളുപ്പ ടെസ്റ്റ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഉപ്പും തൈലവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇന്ന് തന്നെ വേറെ ടെസ്റ്റിന് തരുവാണെങ്കിൽ ആ ടെസ്റ്റിൽ ഈ മഞ്ഞപ്പിത്തം കാണരുത്, ഞാനിവിടെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ അതും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് കൂടെ ചെയ്യണം, എന്നിട്ട് അതെന്താണെന്നുള്ളത് ഇതിനകത്ത് ഇങ്ങനെ മഞ്ഞപ്പിത്തം ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേറെ എന്തോ തന്നു. പക്ഷേ ആ ടെസ്റ്റ് ചെയ്ത് കിട്ടിയപ്പോൾ അതിനകത്ത് മഞ്ഞപ്പിത്തമല്ല. ആ ഡോക്ടറിനെ ആ റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിക്കുന്ന ആരാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മഞ്ഞപ്പിത്തമാണെന്ന്? ഇതിനകത്ത് മഞ്ഞപ്പിത്തം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അതും എനിക്കൊരു വലിയ ഒരനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രമാണം ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി വെച്ചതാണ് പ്രമാണം. അത് ഞങ്ങൾ ഒരാളുടെ ശമ്പളം കൊണ്ട് തന്നെ അത് അടഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 12 വർഷത്തേക്കാണ്, ഇപ്പോൾ 6 വർഷമായി. ഈ 6 വർഷമായപ്പോൾ ഞങ്ങൾ ചുമ്മാതെ ജസ്റ്റ് ഒന്ന്, ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ വെച്ചിരുന്നു എൻ്റെ പ്രമാണം എന്നെ എടുക്കണം എന്നുള്ളത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. പക്ഷേ പിന്നെ ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പം ഞങ്ങൾ ആ ബുക്ക് ചുമ്മാ ഒന്ന് കൂട്ടി നോക്കിയപ്പം ഈ 6 വർഷം ആയപ്പോൾ തന്നെ ഞങ്ങൾ 3 ലക്ഷം എടുത്തെടുത്ത് 2 ലക്ഷം അടഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഇത് ഇത്രയും പലിശയാണ് അടച്ചേക്കുന്നത്, ഇനിയത്തെ 6 മാസമേ ഇനിയത്തെ 6 വർഷം മാത്രമേ നിങ്ങളുടെ മുതൽ ഇതാകത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ ഈ 6 വർഷവും അടച്ചത് പലിശ ഇനത്തിലായി, ഇനി 6 വർഷമായാലേ നിങ്ങളുടെ മുതലാകത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വിശ്വനോട് പറഞ്ഞു എങ്ങനെയാണ്
നമുക്കിനി ഇതെങ്ങനെയാണ് ഈ 6 വർഷം കൂടെ അടയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഞാനപ്പം മാതാവിനോട് പറഞ്ഞു, മാതാവേ എങ്ങനെങ്കിലും അതിന് മുന്നേ അത്രയും തുക അടയ്ക്കാം, കാരണം മക്കളുടെ പഠിത്തം എല്ലാം കൂടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, എങ്ങനെങ്കിലും പ്രമാണം എടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന എന്നും 5:30 ഞങ്ങളത് കൂടും. അപ്പോൾ ഞാൻ എന്നും ആ പാസ്ബുക്ക് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അച്ഛൻ്റെ കുരിശെടുത്തുള്ള പ്രാർത്ഥനയിൽ ആ പാസ്ബുക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടണേ എന്നാണ്. അതുപോലെ അത് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൂട്ടുകാരൻ്റെ ഹെൽപ്പോട് കൂടിയും പിന്നെ സ്വർണം കുറച്ച് കൊടുത്തും കൂട്ടുകാരൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. ഒരു കൂട്ടുകാരൻ ആളെന്ന് പറയുന്നില്ല, പറയലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടുകാരൻ്റെ ആ സഹായത്തോടെ എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ കിട്ടി. ഒരിക്കലും അത് ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ കയ്യിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഒരു പ്രമാണമാണ് അത്. അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിൻ്റെ ഇതിൽ ആ മാതാവ് ഈശോയോട് അപേക്ഷിച്ചത് കൊണ്ടാവാം ആ പ്രമാണം ഞങ്ങൾക്ക് കയ്യിൽ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അത് എടുക്കാൻ സഹായിച്ച ആ വലിയ മനുഷ്യനും കുടുംബത്തിനും എന്നും അനുഗ്രഹങ്ങൾ കൊടുക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. അതുപോലെ ഒത്തിരി സഹായം ആ മനുഷ്യൻ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, അവിടെയുള്ള ഒരുപാട് ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ കൊച്ചുനാൾ മുതലേ എനിക്കുള്ള കൊടിഞ്ഞി വന്നാൽ എനിക്ക് വെട്ടം കാണരുത്, ഭയങ്കര ഇതാണ്, ഛർദിൽ ഭയങ്കര ഒരിതാണ് ഈ കുടിഞ്ഞി വന്നു കഴിഞ്ഞാൽ. അത് ഞാൻ പക്ഷേ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എൻ്റെ കൈക്ക് സർജറി പറഞ്ഞതാണ്, ഈ കൈയുടെ ഇവിടെ നരമ്പ് കുറുകി. അത് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ നിയോഗം വെച്ചിട്ടില്ല. ഇന്ന് വരെ എനിക്കായിട്ടൊരാവശ്യം ഞാൻ ഇതുവരെ നിയോഗം വെച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിനോ മറ്റുള്ളവർക്കോ വേണ്ടിയേ ഞാൻ നിയോഗം വെക്കാറുള്ളൂ. പക്ഷേ ഈ രണ്ടും കൈയുടെ വേദന കൊണ്ട് എൻ്റെ ഹസ്ബൻഡും മക്കളും ആ കൂടുതൽ കട്ടിപ്പണികൾ, തുണികൾ കഴുകുന്നതും മിറ്റം തൂക്കും, അങ്ങനെ എൻ്റെ മക്കളായിരുന്നു എല്ലാം ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഈ ഉപ്പും തൈലം പുരട്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കയ്യിലാണ്. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ തലവേദന കൊടിഞ്ഞ് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അതുപോലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ എനിക്ക് കയറാൻ പറ്റത്തില്ല, കയറി കഴിഞ്ഞാൽ ഞാൻ ഛർദ്ദിക്കും. ആ ബസ്സേ മാത്രമല്ല, ദൂരയാത്ര ഒന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഛർദ്ദിക്കും. പക്ഷേ ഇന്ന് എനിക്ക് ആ ഛർദ്ദിലുമില്ല, ആ കൊടിഞ്ഞ് ചെന്ന ആ തലവേദനയും ഇല്ല. അതുപോലെ സർജറി പറഞ്ഞാൽ എൻ്റെ ഈ കൈകൊണ്ട് ഇന്ന് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, എനിക്കൊരു വേദനയാട്ടെ ഒന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കുറേ പേർക്ക് ഇതിൻ്റെ സർജറി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ സർജറി ചെയ്താലും പിന്നെ വേദനയാണ്. പക്ഷേ മാതാവ് എനിക്ക് അതിനുള്ള ഒരിത് തന്നില്ല. അതിനു മുമ്പേ മാതാവ് അത് എടുത്തു മാറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാൻ പ്രേക്ഷിത ഇതായിട്ട് ചെയ്യുന്നത് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. പിന്നെ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ എവിടെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞാലും ഞങ്ങൾ അവിടെ എല്ലാം പോകും. ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് അവർക്ക് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ എൻ്റെ മുന്നിൽ ആര് വന്ന് പെട്ടാലും അവർ കേൾക്കണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പറയാറുണ്ട്. പിന്നെ എൻ്റെ മകന് രോഗസൗഖ്യം ഉണ്ട്, അതൊന്നും മകനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എൻ്റെ അമ്മയ്ക്കും രോഗസൗഖ്യം ഉണ്ട്. അമ്മയും മോനെയും കൂട്ടി ഞാൻ മെയ് മാസത്തിൽ എൻ്റെ അമ്മ മാതാവ് ഇവിടെ എൻ്റെ മകനെയും കൂട്ടി ഇവിടെ വരാൻ എനിക്ക് അനുഗ്രഹം തരും. ഞാൻ മെയ് മാസത്തിൽ ഇവിടെ വരും. കാരണം എൻ്റെ അമ്മ മാതാവ് എനിക്ക് തരും, ആ അനുഗ്രഹങ്ങൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ സാക്ഷ്യമായിട്ട് ഞാൻ അന്ന് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ പറയും. പിന്നെ എന്നും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ആയാലും ഇങ്ങനെ എല്ലാം ചെയ്യാനുള്ള ആ ഒരു ഇത് എനിക്കും എൻ്റെ കുടുംബത്തിനും ആ ഒരു മനസ്സ് എന്നും തരണമെന്നും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം തിരുവചനം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. രാധിക രാജൻ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തവും ആത്മാർത്ഥവുമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ മകൾ ഏറ്റുപറഞ്ഞത്. തൻ്റെ ജീവിത പങ്കാളിയോടും കൂട്ടുകാരനോടും കൂടെയാണ് ഇവരിവിടെ വന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുന്നത്. ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനുമൊക്കെ അവർ നന്ദി പറയുകയാണ്. രാധിക രാജൻ അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു ഭൂമി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ വസ്തുവുമായിട്ടുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ പരിശുദ്ധ അമ്മ അവർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഒരു നല്ല അഭിഭാഷകയായി
ഈശോയിൽ നിന്ന് നീതി ലഭിച്ചതിനെക്കുറിച്ചാണ് ആദ്യമായി പറഞ്ഞ സാക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ നാം എത്ര തന്നെ സങ്കടത്തിലായാലും എല്ലാ സാഹചര്യങ്ങളും നമുക്ക് പ്രതികൂലമായിരുന്നാലും അമ്മ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടുണ്ട്. ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നീ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവം നിന്നിൽ വസിക്കുന്നു, നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു നിലപാട് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നിൻ്റെ തീരുമാനങ്ങൾ അതാണെങ്കിൽ ദൈവം എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് അച്ഛൻ നമുക്ക് എപ്പോഴും ഉറപ്പു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരന് വേണ്ടി ഇവരൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിനെക്കുറിച്ച് ഏറ്റുപറയുകയുണ്ടായി. ക്യാൻസർ ബാധിച്ച് ഈ മകൻ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഈ മകൾക്ക് ലഭിച്ചൊരു കൃപയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആ മകന് സൗഖ്യം കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഈശോയോടുള്ള ആ പ്രാർത്ഥന വളരെ അച്ചിട്ടതായി. അദ്ദേഹത്തിൻ്റെ ക്യാൻസർ നെഗറ്റീവാണെന്നുള്ള റിപ്പോർട്ട് അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചതിൻ്റെ വലിയ സാക്ഷ്യമാണ്. പത്രോസ് പറയുന്നത് പോലെ ഈ മകൾ ഒട്ടും തന്നെ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. രാധിക രാജൻ പറയുന്നു, എൻ്റെ ഛർദിയിലും എൻ്റെ തലവേദനയിലും ഒന്നും ഞാൻ എനിക്ക് വേണ്ടി ഒരു നിയോഗം എഴുതിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിനെ കൈ ഉയർത്തണം, കൈയുടെ വേദന മാറണം, അതുപോലെ തന്നെ കൂട്ടുകാരനെ സൗഖ്യം ലഭിക്കണം, ഇതെല്ലാം പ്രാർത്ഥിച്ചപ്പോൾ ഈ മകൾക്ക് തന്നെ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതായിട്ടാണ് ഏറ്റുപറയുന്നത്. പത്രോസ്ലീഹ പറയുന്നു, ഈശോയുടെ താബോർ മലയിൽ വെച്ചുണ്ടായ രൂപാന്തരീകരണത്തിൽ പത്രോസ് എല്ലാം മറന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് എലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. പത്രോസ് എവിടെ ജീവിക്കുമെന്ന് പത്രോസിന് അതിനെക്കുറിച്ചൊരു ആകുല ചിന്തയുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ കൂടാരത്തിലാണെന്നുള്ള ആ അതിയായ വിശ്വാസവും ഉറപ്പും അദ്ദേഹത്തിന് ദൈവത്തിൽ ഒന്നായി നിൽക്കാനുള്ള കൃപ അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡിലൂടെ ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൽ അവരുടെ വീടിൻ്റെ പ്രമാണത്തിന് ഒരു വലിയ തീർപ്പുണ്ടായതായി മകൾ ഏറ്റുപറയുകയാണ്. 6 വർഷക്കാലം അവർ പലിശ അടച്ചുകൊണ്ടിരുന്നു. ഇനി വീണ്ടും 6 വർഷം പൈസ അടച്ചാലേ അവർക്ക് അവരുടെ വീടിൻ്റെ പ്രമാണം തിരിച്ചു കിട്ടുകയുള്ളൂ. പക്ഷേ ആ ഒരു അവസ്ഥയിലാണ് ഈശോ അവർക്ക് അതെ തന്ന പൈസ വീണ്ടും തിരിച്ചു കൊടുക്കരുത് എന്നുകൂടി ഒരു സഹോദരൻ അവർക്ക് 1,00,000-ലധികം രൂപ കൊടുത്ത് സഹായിച്ച ആ സഹോദരൻ ഇന്ന് അവർ ഉടമ്പടി പുതുക്കുമ്പോഴുണ്ടായ ഒരു അനുഭവമായിരുന്നു. ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ആ സഹോദരൻ ഇവർക്ക് ദാനമായി കൊടുത്ത, വായ്പയായി കൊടുത്ത, ഇനി തിരിച്ചു കൊടുക്കണ്ട എന്നുള്ള ഒരു വലിയ അറിയിപ്പ് കൂടി അവർക്കുണ്ടായി. നാം എപ്പോഴും ഈശോയോട് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി അടിക്കടി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസത്തിൻ്റെ ലെവൽ എവിടെ എത്തിയെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, സ്നേഹത്താൽ പ്രവർത്തനനിരതമായ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ സ്നേഹം എല്ലാം നിനക്ക് സാധ്യമാക്കി തരും. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് രാധിക രാജനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, കുടുംബപരമായ നിയോഗങ്ങളെയും, കേസ് അകപ്പെട്ടിട്ടുള്ള മക്കളുടെ നിയോഗങ്ങളെയും, ജോലി സംബന്ധമായ നിയോഗങ്ങളെയും, രോഗസൗഖ്യം പ്രാപിക്കാനായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും, ജോസഫ് അച്ഛനിൽ നിന്ന് കൈവയ്പ്പ് ശുശ്രൂഷ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങൾക്ക് സാധിച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പോൾ ഈ സന്നിധിയിൽ ആയിരിക്കുന്നത്. എൻ്റെ പേര് ചിന്നു, എൻ്റെ ഹസ്ബൻഡ് ക്രിസ്റ്റോപ്പോൾ, ഞങ്ങളുടെ മകളാണ് ഷാർലറ്റ്. ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള മറ്റൂർ എന്ന സ്ഥലത്ത് നിന്നാണ്. ഞങ്ങൾ സെൻറ്റ് മേരീസ് ടൗൺ ചർച്ച് മറ്റൂർ ഇടവകാംഗങ്ങളാണ്. ഞാൻ 2018 ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. 2021 സെപ്റ്റംബർ 15 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ശേഷം 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ആ പ്രഗ്നൻസി ഒരു ഹെൽത്തി പ്രഗ്നൻസി ആയിരുന്നില്ല. കാരണം 2-ാം മാസത്തെ സ്കാനിങ്ങിൽ ചെന്നപ്പോഴാണ് കുഞ്ഞ് യൂട്രസിലല്ല, മറിച്ച് എൻ്റെ വലതുവശത്തെ ട്യൂബിലാണ് വളരുന്നത്. 2 മാസം ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ ട്യൂബ് റപ്ചേർഡായിരുന്നു. അങ്ങനെ ട്യൂബ് ഉൾപ്പെടെ ഏകദേശം 6 സെൻറ്റിമീറ്റർ നീളത്തിൽ എൻ്റെ വലതുവശത്തെ ട്യൂബ് റിമൂവ് ചെയ്തു. വിവാഹം കഴിഞ്ഞ് 9 മാസം ആയിട്ടുള്ളൂ.
ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം വെറും 50% കുറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റൽ മാറി ഒരു സീനിയർ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഇതിന് പോസിബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊരു കുഞ്ഞിനെ വേണ്ട, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ തരികയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ഒരു നിലപാടിൽ ഞാനും ഹസ്ബൻഡും നിന്നു. പക്ഷെ മാസങ്ങൾ കടന്നു പോയി. ഓരോ മാസം ഒരു ദിവസം പീരീഡ്സ് ലേറ്റായ ഞങ്ങൾ വേഗം ടെസ്റ്റ് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അങ്ങനെ മാസങ്ങൾ ഓരോന്ന് കടന്നുപോയി, വർഷങ്ങൾ ഓരോന്നിങ്ങനെ പോകാൻ തുടങ്ങി. 1 വർഷം, 2 വർഷം, 3 വർഷം ഞങ്ങൾക്ക് പറ്റാതെയായി. മാനസികമായിട്ട് വളരെയധികം തളരാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു അച്ഛൻ, ഒരു ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛൻ അറിയാം. അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയിട്ട് കൃപാസന മാതാവിൻ്റെ അടുത്തൊന്ന് പോയി പ്രാർത്ഥിക്കുക, മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുക, പരിശുദ്ധ അമ്മ നിനക്ക് എന്തായാലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കും. ഞാനിവിടെ 2018 ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയ ഒരാളാണ്. പക്ഷെ ഒരു ഇടവേളയിൽ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ചിട്ട് ഞാൻ മറന്നു. പക്ഷേ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃപാസന മാതാവാണ്. ഇനി മാതാവ് മാത്രമാണ് എനിക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഞാനും ഹസ്ബൻഡും, ഞാൻ മുമ്പേ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ലഭിച്ച നിയോഗങ്ങൾ സാധിച്ചത്, അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് ഒരുങ്ങി കുമ്പസാരിച്ച് 2024 മെയ് മാസം 24-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. കൃപാസന മാതാവ് യഥാർത്ഥത്തിൽ സഞ്ചാരി മാതാവ് തന്നെയാണ്. കാരണം മാതാവ് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഞങ്ങൾ അറിയാതെ തന്നെ പരിശുദ്ധ മാതാവ് ഉയർത്തുകയായിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലും. ഉടമ്പടി തൈലം പരസ്പരം കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ നേർച്ച വസ്തുവായ ഉപ്പ് ഞങ്ങൾ ഉപയോഗിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഉടമ്പടി ധ്യാനമായിരുന്നു. കാരണം ഓരോ ഉടമ്പടി ധ്യാനം, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ലൈവ് കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഉപവസിച്ചിട്ടായിരുന്നു ഞങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്. മാത്രമല്ല ഉടമ്പടി ധ്യാനങ്ങളിൽ അച്ഛൻ്റെ ഓരോ ഉടമ്പടി ധ്യാനത്തിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാകും. ഞങ്ങളങ്ങനെ പരസ്പരം ഞങ്ങളങ്ങനെ സമാധാനിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ 3 മാസം കഴിഞ്ഞു. ഈ 3 മാസം ഞങ്ങൾ നല്ല രീതിയിൽ എല്ലാ ഉടമ്പടി കാര്യങ്ങളും ചെയ്തു വന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കാൻ ഞാനിവിടെ വന്നു. ഉടമ്പടി പുതുക്കാൻ നേരത്ത് വീണ്ടും നമുക്കറിയാം 6 നിയോഗങ്ങൾ സമർപ്പിക്കണം. പക്ഷേ എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്, എൻ്റെ കുടുംബം പൂർത്തീകരിക്കണം. ഞാൻ മാതാവിൻ്റെ ഏറ്റവും ആദ്യത്തെ നിയോഗമായിട്ട് അത് സമർപ്പിച്ചു. വീണ്ടും ഞാൻ എഴുതിയ എൻ്റെ മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ദമ്പതികൾക്കും വേണ്ടിയിട്ടായിരുന്നു. പിന്നെയും 3ാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് കുഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മാതാവേ, പക്ഷെ എനിക്ക് സഹിക്കാനുള്ള കൃപ തരണം. പിന്നെ ഞാൻ എന്തൊക്കെയോ നിയോഗങ്ങൾ എഴുതിയത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ താഴെ വന്നപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ്ങിന് വേണ്ടി വന്ന് നിന്നു. അച്ഛൻ ഞങ്ങളെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് കാശുരൂപം തന്നു. അച്ഛൻ സൈത്തിൽ കൈമുക്കി അടിവയറ്റിൽ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാനാണ് പരിശുദ്ധ മാതാവ് നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ആ സന്തോഷത്തിൽ, ആ ഒരു ആത്മീയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ടേക്ക് മടങ്ങി. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കൂടി ഞങ്ങളുടെ വ്യഗ്രത മുഴുവനും എങ്ങനെ നമുക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താം, ഉടമ്പടി എങ്ങനെ നമ്മൾ ഉപയോഗപ്രദമാക്കാം, ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു മാസം കഴിഞ്ഞ് എൻ്റെ ഉടമ്പടി പുതുക്കി 1 മാസത്തിന് ശേഷം ഞാനൊരു കാറ്റഗിസ് അധ്യാപികയാണ്. സൺഡേ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഉച്ച സമയത്ത് വീട്ടിലോട്ടേക്ക് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ പറയുന്ന പോലെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങ്,
അങ്ങനെ ഞാൻ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി. നമുക്കറിയാം ഏർലി മോർണിംഗിൽ ആണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. പക്ഷെ ഞാൻ നേരെ വന്ന് എൻ്റെ റൂമിൽ കയറി ഞാൻ അതിൽ കുറിച്ചടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ടെസ്റ്റ് ചെയ്യാണ്. ഞാൻ നോക്കുമ്പം 3 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ പ്രഗ്നൻസി കിറ്റിൽ എനിക്ക് 2 ലൈൻസ് തെളിഞ്ഞു വന്നു. അന്ന് ഹസ്ബൻഡും ആരും വീട്ടിലുണ്ടായിരുന്നില്ല. ഞാനന്ന് ഒരുപാട് കരഞ്ഞു. ഞാനന്ന് ഒരുപാട് മാതാവിനോട് നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായിട്ട് ഇത് ഷെയർ ചെയ്തു. അതിനു മുമ്പ് ഒരു 2 അനുഭവങ്ങൾ കൂടി ഞങ്ങൾക്കുണ്ടായി. അതിലൊന്നാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡിനുണ്ടായ സ്വപ്നമായിരുന്നു. എന്നേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ മാതാവ് ആത്മീയമായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഉയർത്തുന്നതായിട്ട് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഒരാഴ്ച പ്രഗ്നൻസി ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നത്തിൽ ഒരു ദേവാലയത്തിൽ അച്ഛനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ജോസഫ് അച്ഛൻ ഹസ്ബൻഡിൻ്റെ പേര് ചൊല്ലി വിളിക്കുകയാണ്, ക്രിസ്റ്റോ നിങ്ങളെ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്ത് ഇദ്ദേഹം നേരത്തെ ഷെയർ ചെയ്തിരുന്നു. മാത്രമല്ല അച്ഛൻ തന്ന കാശുരൂപം, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ തന്നെ അച്ഛൻ തന്ന കാശുരൂപം, അച്ഛൻ അത് പില്ലോയുടെ താഴെ വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ ഡേ ടൈമിൽ നമ്മൾ ജോലിക്ക് പോവും. ഞാനതെൻ്റെ ഡ്രസ്സിൽ എൻ്റെ വയറിനോട് ചേർത്ത് പിൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടി. പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും എൻ്റെ വയറ്റിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഓരോ സ്കാനിങ്ങിൻ്റെ ടൈമിൽ ചെല്ലുമ്പോഴും ഈ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ മുറുകെ പിടിക്കും. ഞാനത് വയറ്റിനോട് ചേർത്ത് പിൻ ചെയ്യും. സ്കാനിങ്ങിൻ്റെ ടൈമിലെല്ലാം ഇതെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നിമിഷം പോലും ഈ ഒരു കാശുരൂപം ഞാൻ എങ്ങും വെച്ചിരുന്നില്ല. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം, ഈ കാശുരൂപം ഞാൻ സ്കൂളിൽ ഒരു പ്രൈവറ്റ് സ്കൂൾ അധ്യാപികയാണ്. ഞാൻ ICSE ISC സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സിലബസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പോകുമ്പോഴായാലും ഞാൻ പിന്നീട് എൻ്റെ പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ഞാൻ ഈ ലോക്കറ്റ് ഞാനിങ്ങനെ കൊന്തയിൽ പിൻ ചെയ്തു. ഞാനിതെൻ്റെ പോക്കറ്റിലിടും. എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എൻ്റെ ലോക്കറ്റിൽ ഞാൻ മുറുകെ പിടിക്കും. മാതാവിനോട് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ്, ഞാൻ 12th ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് വഴി പരിശുദ്ധ അമ്മ മാതാവ് ഈ കുട്ടികളെയും വളരെയധികം തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. അവർക്ക് എല്ലാവർക്കും 2025 എക്സാമിനേഷന് ഉന്നത വിജയം നൽകി. അതും എൻ്റെ സബ്ജക്റ്റ്, നമുക്കറിയാം ഫിസിക്സ് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ കൂടി വളരെ എളുപ്പമുള്ള ഒരു പരീക്ഷയാക്കി അതിനെ മാറ്റി. മാത്രമല്ല ഉന്നത വിജയത്തോടെ എല്ലാ കുഞ്ഞുങ്ങളും പാസ്സായി. അങ്ങനെ എൻ്റെ 9 മാസം പ്രഗ്നൻസി ജേണി കഴിഞ്ഞു. 2025 ജൂലൈ മാസം 16-ാം തീയതി തിരുസഭ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ അമ്മ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. കുഞ്ഞിന് ഞങ്ങൾ ഷാർലറ്റ് മറിയം പോൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ സൂചകമായിട്ട് ഞങ്ങൾ മറിയം എന്ന് അവൾക്ക് പേരിൽ ചേർത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റമാണ്. എന്നേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു ഉടമ്പടിയെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുത്ത ഒരാളാണ്. കാരണം എന്നേക്കാൾ ഉപരിയായിട്ട് ഹസ്ബൻഡ് എല്ലാ പ്രാർത്ഥനയും എന്നെപ്പോലെ തന്നെ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ധ്യാനത്തിൻ്റെ സമയത്തായാലും, ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കില്ല, അദ്ദേഹം ലൈവ് കാണുകയാണെങ്കിൽ എന്നോട് ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യും, എനിക്കിന്ന് മാതാവിൻ്റെ സുഗന്ധം കിട്ടി. മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് പല സമയങ്ങളിലായി പരിശുദ്ധ അമ്മയുടെ അടയാളങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ മുറിയിൽ ഒരു പ്രത്യേക സുഗന്ധം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നമുക്കറിയാം നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് അറിയില്ല അതെങ്ങനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന്. കാരണം അതുപോലുള്ളൊരു ദൈവിക സുഗന്ധമായിരുന്നു ഞങ്ങൾക്ക് അന്ന് അനുഭവപ്പെട്ടത്. ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോനെ ഉള്ള രൂപം കാണുമ്പോൾ ഞാൻ പറയും, മാതാവേ എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്കും എൻ്റെ കയ്യിൽ വെച്ച് തായോ. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നായിരുന്നെങ്കിൽ, ഉടമ്പടിക്ക് ശേഷം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ ഉരുവിടാൻ തുടങ്ങി എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്നുള്ള സുഹൃത ജപം.
എൻ്റെ ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ മുഴുവനും എന്നെ താങ്ങി നിർത്തിയത് ഈ ഒരു സുഹൃത ജപമായിരുന്നു. എൻ്റെ അമ്മ, എൻ്റെ ആശ്രയമേ. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിരുന്നത് കൃപാസന പത്രം ഞങ്ങൾ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ്, സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വലിയ സാക്ഷിയാണ്. ഞങ്ങൾ കാണുന്നവരോടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട് ഞങ്ങൾ പറയാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അടുത്തുള്ള അനാഥാലയങ്ങളിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങൾ മുതൽ പ്രായമായവരുടെ അടുത്ത് വരെ ഞങ്ങൾ പോകും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഫുഡ് കൊടുത്ത് സഹായിക്കാറുണ്ട്. ഞങ്ങൾ ഫുഡ് പാക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ കാരണം ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഓരോ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ മാതാവ് ഈശോ വഴി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയ ഈ ഒരു അനുഗ്രഹത്തിന്, എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം പൂർത്തീകരിച്ചതിന് കൃപാസനം പ്രസാദവര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. ചിന്നു ക്രിസ്റ്റോ എന്ന ഈ ദമ്പതികൾ വളരെ ശക്തമായ, വളരെ ആത്മാർത്ഥമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ മക്കളിവിടെ ഏറ്റുപറഞ്ഞത്. പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിലെ ശക്തിയിൽ അവർക്ക് അവരുടെ ജീവിതഭാരം പരിശുദ്ധ അമ്മ ലഘൂകരിച്ചു കൊടുത്ത് ഈശോയുടെ വലിയ അനുഗ്രഹവും കൃപയും ലഭിച്ച സാക്ഷ്യമാണിത്. ഈ മകൾ ഇവരുടെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വലിയ ഒരുക്കത്തോടു കൂടെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം അവർ ആരംഭിക്കുന്നത് തന്നെയെന്ന് ചിന്നു ഇവിടെ ഏറ്റുപറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവിതം തുടങ്ങിയപ്പോൾ, വിവാഹത്തിന് ശേഷം 9 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ട്യൂബ് ശിശുവിനെ ലഭിക്കുകയുണ്ടായി. അവർ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞു. പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കുക സാധ്യമായിരുന്നില്ല. അതിനുശേഷം വളരെ സങ്കടത്തോടെ ഓരോ പ്രാവശ്യവും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടിക്ക് മുൻപ് ഈ മകളുടെ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ഒരു കുഞ്ഞിനെ നൽകണമെന്നുള്ള വലിയ സങ്കടത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായിരുന്നു. എപ്പോഴും പരിശുദ്ധ അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരു സുഹൃതം ഏറ്റുപറഞ്ഞുകൊണ്ട്, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ ആശ്രയം അമ്മ മാത്രമാണെന്നുള്ള ഒരു വലിയ കരച്ചിലോടുകൂടി വളരെ സങ്കടത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഈ മകൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ വളരെ പ്രത്യാശയോടുകൂടി അവർ പ്രാർത്ഥിച്ചു. അവർക്ക് IVF അല്ലെങ്കിൽ ശാസ്ത്രീയമായ എല്ലാ കാഴ്ചപ്പാടുകളോടും അവർ വേണ്ടെന്ന് വെച്ചു. അവർ കൃത്യമായും ഈശോയിൽ ശരണപ്പെട്ടു തന്നെ യാതൊരു ആർട്ടിഫിഷ്യാലിറ്റിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള വലിയ ഒരു നിലപാട് ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് കൈവന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചപ്പോൾ അവർക്ക് ലഭിച്ച ഒരു ആശീർവചനം അതായിരുന്നു, നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ആലയത്തിലേക്ക് വരണം. അതൊരു അഷുറൻസ് ആയിരുന്നു അവർക്ക് കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ എപ്പോഴും അവർ പ്രാർത്ഥനയിൽ ഇവരുടെ ഉടമ്പടി ജീവിതം വളരെ കൃത്യമായി അവർ പാലിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിവസം ജൂലൈ 16 അവർക്ക് കുഞ്ഞിനെ ലഭിക്കുകയും അവർക്ക് എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകത്തിലൂടെയും സ്വപ്നദർശനത്തിലൂടെയും അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിനർത്ഥം പരിശുദ്ധ അമ്മ അവരുടെ കൂടെ, സഞ്ചാരി മാതാവ് അവരുടെ കൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഏതൊരു ജീവിതാവസ്ഥയിലും നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമാണെങ്കിൽ, പക്കയാണെങ്കിൽ പരിശുദ്ധ അമ്മ അവർക്ക് എപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. ചിന്നുവിൻ്റെയും ക്രിസ്റ്റുവിൻ്റെയും ജീവിതത്തിൽ അവർക്ക് ലഭിച്ചത് തന്നെയാണ്. ഒരു കുഞ്ഞിനെ ലഭിച്ചതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ വളരെ ആത്മാർത്ഥമായ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ഈശോയെ ആ കുഞ്ഞിനെ ഈശോയിലൂടെ വളർത്താനും പരിശുദ്ധ അമ്മയുടെ മാർഗദർശനങ്ങളെല്ലാം കൃത്യമായി ഏറ്റുവാങ്ങുവാനുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ അവരുടെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ഒരു പ്രത്യേക ജീവിതാനുഭൂതി, ഒരു നല്ല സുഗന്ധാഭിഷേകത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളെപ്പോഴും പ്രബോധനങ്ങൾ ശ്രവിക്കണം, ധ്യാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ധ്യാനത്തിൻ്റെ ഉടമ്പടിയുടെ അപ്ഡേറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴൊക്കെ ഉടമ്പടി ഉഴപ്പിയോ അപ്പോഴൊക്കെ നമുക്ക് ഈശോയിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു
പ്രവണത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കെപ്പോഴും കൃപയിൽ ജീവിക്കുവാൻ നാം എപ്പോഴും ഡെയിലി ബ്രെഡ് കൂടണം, ധ്യാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം എന്ന് അച്ഛൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തതയാണ് നമ്മെ എപ്പോഴും ഉടമ്പടി നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുന്നത് നാം ഉടമ്പടിയിൽ അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതിലാണ്. നമ്മുടെ കാരുണ്യപ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെയും ഈശോ ക്രിസ്തു കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായും ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ചിന്നുവിനും ക്രിസ്റ്റോയ്ക്കും കുഞ്ഞിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ